വളർച്ച എന്ന് പറഞ്ഞാൽ ഇരിക്കുക, നടക്കുക, കഴുത്തുറയ്ക്കുക, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മോള് അത്ഭുതകരമായിട്ട് നടന്നു തുടങ്ങി. ഒരു മിറാക്കിളാണത്. ഞാൻ നടന്ന വിവരം എല്ലാവരെയും അറിയിക്കണം. എനിക്ക് 2 കുട്ടികളാണുള്ളത്, മോളും മോനും. മൂത്ത ആള് ആൻഡ്രോസ്, മോൻ്റെ പേര് ആൻവിൻ. മക്കൾ തെല്ലൊന്ന് അനുസരണക്കേട് കാട്ടിയാൽ, അല്പം കുറുമ്പ് കാട്ടിയാൽ കൗൺസിലേഴ്സ് മുതൽ മനഃശാസ്ത്ര വിദഗ്ധർ വരെ തേടിപ്പോകുന്നവർ തൃശൂർ നീലങ്കാവിൽ ജെയിംസ് ലിജി ദമ്പതികളെ ഒന്ന് നോക്കണം. അപ്പോൾ മനസ്സിലാകും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വികൃതിയോ അനുസരണക്കേടോ രോഗമോ ഒന്നുമല്ലെന്ന്. എന്നിട്ടും ഇവർ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുകയോ ഇത്രയേറെ വേദനകൾ നൽകിയ ദൈവത്തെ പഴിക്കുകയോ ചെയ്യുന്നില്ല. ജീവിതത്തിൽ വന്നുമൂടിയ കടുത്ത വൈഷമ്യത്തെക്കുറിച്ച് പറയുമ്പോഴും ജെയിംസിന്റെ വാക്കുകൾ ഇടറുന്നില്ല, കണ്ണു നനയുന്നില്ല. രണ്ടുപേരെയും ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച കുട്ടികളാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള കുട്ടികൾ. 8-ാം മാസത്തിലാണ് അവൾക്ക് ഇങ്ങനെ കുറച്ച് ജനിതക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു അത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്തെല്ലാം പറഞ്ഞു. പക്ഷേ നമ്മളത് അതിനോട് മാനസികമായി അന്ന് ബുദ്ധിമുട്ട് തോന്നി. ഇങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിയെങ്കിലും ദൈവത്തിൻ്റെ ആ തീരുമാനത്തിൽ ഞങ്ങൾ മറുചോദ്യം ചോദിക്കാൻ നിന്നില്ല. അങ്ങനെ അവൾ പിറന്നു വീണു. അവൾക്ക് ഈ മൈൽ സ്റ്റോൺസ്, അതായത് ഓരോ ഏജ് ഘട്ടത്തിലും ഓരോ വയസ്സ് മൂവ് ചെയ്യണ ആവുന്ന ഘട്ടത്തിലും അവൾക്ക് അതിൻ്റേതായ വളർച്ച എന്ന് പറഞ്ഞാൽ ഇരിക്കുക, നടക്കുക, കഴുത്തുറയ്ക്കുക, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ നടക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരു കുട്ടിയായിട്ട് നിലത്ത് കിടക്കുമായിരുന്നു. കിടന്നിട്ട് തന്നെ ഇഴഞ്ഞ് നീങ്ങുക, അങ്ങനെ ഇരിക്കാനോ നടക്കാനോ സാധിക്കില്ലായിരുന്നു. അപ്പം അവളുടെ അസുഖങ്ങൾ 7 മാസത്തിൽ തൊട്ട്, ജനിച്ച 7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ട ശുശ്രൂഷകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ അസുഖം ഉണ്ടെന്നും അതിന് പ്രതിവിധികളായിട്ടുള്ള മാർഗങ്ങൾ അന്ന് ഡോക്ടർമാർ പറഞ്ഞ വിധത്തിലുള്ള പല കാര്യങ്ങളും. ഇപ്പം തിരുവനന്തപുരത്ത് എല്ലാ മാസവും പോയി 7 മാസം പ്രായമുള്ള കുട്ടീനെയും കൊണ്ട് തിരുവനന്തപുരത്ത് പോയി വോയിറ്റ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുമായിരുന്നു. എല്ലാ മാസങ്ങളിലും ഒരു 1.5 വർഷത്തോളം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേർത്തല ഒരു ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കഷ്ടി 8-9 മാസം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അവൾക്ക് കുഞ്ഞു പ്രായത്തിലേ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. അവൾ പക്ഷേ അതിനോട് ഭയങ്കരമായ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കഴുത്തുറയ്ക്കാതെ കാലുറയ്ക്കാതെ ഒരു മാംസപിണ്ഡം പോലെ ഉള്ളൊരവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ അവളുടെ രോഗാവസ്ഥകൾ ക്രമേണ മനസ്സിലാക്കുമ്പോൾ അതൊരു ഓട്ടിസ്റ്റിക്കായിട്ടുള്ള ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള ഒരു അവസ്ഥയാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം ആ തുടക്കകാലത്ത് അവൾ കിടപ്പിലുള്ള അവസ്ഥയായിരുന്നു. ഭയങ്കരമായ ഒരു ഹൈപ്പറായിട്ടുള്ളൊരു സംഭവങ്ങൾ അന്ന് ഇല്ലായിരുന്നു. ഞങ്ങൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റാണ് ആദ്യം ശ്രമിച്ചത്. അത് വലിയൊരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ ദുഃഖം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരവസ്ഥ സമൂഹത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. സമൂഹം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തരം അവസ്ഥ വരുമ്പോൾ സമൂഹത്തിൽ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ തുറന്ന് പറയണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരുടെയും കുറേ സഹായങ്ങളും സഹകരണങ്ങളും അന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മോൾക്ക് ഒരു ഷൊർണൂരടുത്ത് ഒരു ആയുർവേദിക് ഉഴിച്ചിലുകാരുണ്ട്, ഒരു വാസുവൈദ്യർ എന്ന് പറയും, ആറ്റൂർ വാസുവൈദ്യർ, വലിയ ഫേമസ് ആയിട്ടുള്ളൊരു വൈദ്യരാണ്. അവിടെ ഞങ്ങൾ കുറേ നാൾ ഇവിടെ വീടുന്ന് ഒരു 2 വർഷത്തോളം വാടകയ്ക്ക് അവിടെ ഷൊർണൂർ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ച് അവൾക്ക് വേണ്ട ഒഴിച്ചിലും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമതൊരു കുഞ്ഞ് ഞങ്ങൾക്ക് പാടില്ല, വേണ്ട എന്നുള്ള ഒരു കർക്കശമായിട്ടുള്ളൊരു ഉപദേശം
ഡോക്ടർമാരെ ഇന്ന് കിട്ടിയിരുന്നു. ഞങ്ങളുടെ ബ്ലഡിൻ്റെ കോൺട്രാസ്റ്റ് അത് ഒരു കുഞ്ഞിന് അടുത്തൊരു കുഞ്ഞിന് സ്വീകാര്യമല്ല എന്നുള്ളൊരു അഡ്വൈസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കണം എന്നുള്ള നല്ലൊരു ഉപദേശം എല്ലാവരും പറഞ്ഞു. അങ്ങനെ രണ്ടാമതൊരു കുഞ്ഞിന് ഞങ്ങൾ വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ദൈവത്തോട് യാചിച്ചുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകി. അവനാണ് ആൻവിൻ. ഞങ്ങൾ തൃശ്ശൂരിലെ ഏറ്റവും നല്ല പ്രഗത്ഭരായിട്ടുള്ള 4 ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മയിലായിരുന്നു അവൻ്റെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും. അപ്പോൾ തുടക്കം തൊട്ട് 9 മാസവും സ്കാൻ ചെയ്യുമായിരുന്നു. അൾട്രാസൗണ്ട് സ്കാനിങ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ 9 മാസം ഈ രണ്ടാമത്തെ കുഞ്ഞിന് ഒരു കുഴപ്പവും വൈദ്യശാസ്ത്രപ്രകാരം ഉണ്ടായിരുന്നില്ല. അവർ ഡെലിവറിയുടെ ഡേറ്റ് പറഞ്ഞതിൻ്റെ 10 ദിവസം മുമ്പ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യണം. അതിപ്പോൾ വേണ്ട, ഡെലിവറിക്ക് 10 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളൊന്ന് സ്കാൻ ചെയ്യണം, എന്നിട്ട് വേണം കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ. അപ്പോൾ എന്തോ മനസ്സിലൊരു തോന്നലുണ്ടായി, ഈ 10 ദിവസം കഴിഞ്ഞിട്ട് മുമ്പ് ഇന്ന് തന്നെ ഒന്ന് സ്കാൻ ചെയ്താലോ എന്ന് എന്തോ ഒരു ഉൾവിളി പോലെ തോന്നി. അങ്ങനെ അതുവരെ 9 തവണയും സ്കാൻ ചെയ്തിട്ടുള്ള ഇടത്ത് പോയിട്ട് ഈ 10ാമത്തെ തവണത്തെ സ്കാനിങ്ങും നടത്തി. ആ സ്കാനിങ്ങിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ പേടിപ്പെടുത്തുന്നൊരു റിസൾട്ടായിരുന്നു. എന്തായിരുന്നെന്ന് വെച്ചാൽ മോൻ്റെ തൂക്കം പെട്ടെന്ന് തന്നെ 820 ഗ്രാം 840 ഗ്രാമിലേക്ക് കുറഞ്ഞു. ഫ്ലൂയിഡ് ഇല്ല. പൊസിഷൻ, കുഞ്ഞിൻ്റെ ഗർഭപാത്രത്തിലെ പൊസിഷൻ റോങ് ആയിട്ടാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഡോക്ടർ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ വർഷം എന്നോട് തുറന്നു പറഞ്ഞില്ല. പകരം അവർ പേഴ്സണലായിട്ട് വിളിച്ച് ഇത് എന്നോട് സംസാരിച്ചു. മാത്രമല്ല 2 വെൻട്രിക്കിളും സ്പോയിലാണ്, കേടാണ്, പ്രശ്നമായി. അപ്പോൾ ഇതൊരു ഷോക്കായിട്ടുള്ളൊരു ന്യൂസായിരുന്നു, ഒരു വാർത്തയാണ് എന്നെ സംബന്ധിച്ച് താങ്ങാവുന്നതിലേറെയായിരുന്നു. ഡോക്ടർക്കും അതറിയാം. പക്ഷേ ഡോക്ടർ അത് വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് എൻ്റെ വൈഫും ഇവരേനൊക്കെ വീട്ടിലാക്കിയതിന് ശേഷം വ്യക്തിപരമായിട്ട് വിളിച്ച് വരുത്തി പറയുകയുണ്ടായത്. അപ്പം ഞാനത് കേട്ടപ്പോൾ ഒരു നിമിഷം കുറച്ച് പ്രയാസമൊക്കെ വന്നെങ്കിലും ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. ദൈവത്തിൻ്റെ പദ്ധതി, പ്ലാൻ എന്താണോ അത് നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. മറുതലിച്ച് നിൽക്കാൻ പാടില്ല. തുടർന്ന് ഞാൻ എൻ്റെ ഒരു വളരെ അടുത്ത വളരെ സൗഹൃദ ബന്ധമുള്ളൊരു ഫാദറാണ് ഫാദർ ഡേവിസ് പട്ടത്ത്, ജെറുസലം ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം ചോദിക്കാനും എന്താ വേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടീനെ എപ്പോഴും എത്രയും പെട്ടെന്ന് വൈഫിനെ അഡ്മിറ്റ് ആക്കണം, ഓപ്പറേഷൻ ചെയ്യണം, കുട്ടിയെ പുറത്തെടുക്കണം, അല്ലെങ്കിൽ 2 പേർക്കും ആപത്താണ്, പ്രശ്നങ്ങളായി മാറും എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്നോട്, ജെയിംസിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം, അവന് ജീവനുണ്ട്, അവന് ആ ജീവൻ ഉള്ളതുകൊണ്ട് എനിക്ക് അവനെ വേണം, അത് ഏതവസ്ഥയായാലും. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതാണ് നിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതാണ് നിൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അത് നടക്കട്ടെ. നിൻ്റെ മനസ്സിൽ അപ്പോൾ ഓപ്പറേഷൻ എന്നാണ് തോന്നണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്താൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 10 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പോയില്ല. എന്തെങ്കിലും രീതിയിൽ ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ അനക്കം കുറയുകയോ എന്തെങ്കിലും ഉണ്ടായ ഉടനടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് എന്നോട് മറ്റ് ചില ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഉടനടി വൈഫിനും കൂട്ടി ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞാൽ അത്ര ദൂരമില്ല, ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ വീട്ടിൽ നിന്നു. പക്ഷേ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാത്ത പോലെ, ഒന്നറിയാത്ത പോലെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് സ്കാൻ ചെയ്തവിടെ തന്നെ വീണ്ടും പോയി. അപ്പോൾ ഡോക്ടർ ആദ്യത്തിരി ദേഷ്യത്തോടും പിന്നെ ഒരു മഹാമനസ്കതയോടും കൂടിയിട്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ, തൂക്കം 820 ഗ്രാമിൽ നിന്ന് മുൻപത്തെ തൂക്കമായിട്ടുള്ള 2 കിലോ 600 ഗ്രാം 650 ഗ്രാമിലേക്ക് ഉയർന്നു. പഴയ തൂക്കത്തിലേക്ക് വന്നു. പൊസിഷൻ കറക്റ്റായി.
ഫ്ലൂയിഡ്, ഗർഭപാത്രത്തിൽ ഫ്ലൂയിഡ് നിറഞ്ഞു, ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയായി. അതൊരു വലിയൊരു അത്ഭുതം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദൈവം ഇടപെട്ട ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചില സമയത്ത് ദൈവത്തോട് പിടിവാശി നടത്തുമ്പോൾ ആളടയും എന്ന് പറഞ്ഞ പോലെ. പക്ഷേ വെൻട്രിക്കിൾസ് ഒന്നും ശരിയായില്ല മുഴുവൻ. അങ്ങനെ ഈ കുട്ടിക്ക് അഡ്മിറ്റ് ചെയ്തു. ഈ കുട്ടിക്ക് നോർമൽ, രണ്ടാമത്തെ മോൻ നോർമൽ ഡെലിവറിയിൽ ജന്മം കിട്ടി. പക്ഷേ ഒരു 15-20 ദിവസം ഇക്യുബുലേറ്ററിൽ അവന് ICUവിൽ കിടത്തേണ്ടി വന്നു. അവനാകെ ഒരു ടീസ്പൂണിൽ കോരാവുന്ന ഒരു വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കിടന്ന് പെടയണ ഒരു സിറ്റുവേഷൻ, മുലപ്പാൽ കുടിക്കാനൊന്നും പറ്റി വരുന്നില്ല. പക്ഷേ 10-15 ദിവസത്തിന് ശേഷം കുറേ ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇവൻ ജനിച്ച് ആദ്യത്തെ 4.5 വർഷം ഭയങ്കര പരീക്ഷണമായിരുന്നു. അവൻ രാത്രിയിൽ ഒരുപോലെ കണ്ണുടക്കില്ല, ഒരു മിനിറ്റ് ഉറങ്ങില്ല. പകൽ ഉറങ്ങും, രാത്രി 1 മിനിറ്റ് ഉറങ്ങില്ല. അവൻ അപ്പോൾ ഭയങ്കര വാശിയും, കട്ടിലുമ്മ കിടന്ന് ഒരു വിപ്രസന്നി പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര ഒരു ഇത്. അതേസമയം ബബ്ലു എന്നാണ് ഞങ്ങൾ മോളെ വിളിക്കുക. അവളുടേതായ രീതിയിൽ അപ്പുറത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 കൂട്ടരും ഇങ്ങനെ വയ്യാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ, അസുഖമുള്ള കുട്ടികളായപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കണ്ടിന്യൂസ്ലി 4.5 വർഷം ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഈ 2 കുട്ടികൾ ഞങ്ങളുടെ ഏതൊരു മാതാപിതാക്കളെയും പോലെ ഞങ്ങളുടെ സമ്പത്താണ്. അവർ ഏതവസ്ഥയായാലും ഏത് വ്യവസ്ഥയായാലും ഞങ്ങളുടെ വലിയ സമ്പത്താണ് അവർ. അപ്പം ഈ കുട്ടികളുടെ വളർച്ച അങ്ങനെ 9 വയസ്സ് ആയപ്പോൾ ബബ്ലു മോള്, അതായത് ആൻഡ്രോസ് മോള് അത്ഭുതകരമായിട്ട് നടന്നു തുടങ്ങി. ഒരു മിറാക്കിളാണത്, ഭയങ്കര അത്ഭുതമാണത്. അവൾ നടന്നു തുടങ്ങി. അപ്പോൾ അവളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ രാത്രി പുലർച്ചെ 2 മണിക്ക് 1 മണി 2 മണി ആയപ്പോൾ അവൾ പറയാണ്, ഞാൻ നടന്ന വിവരം എല്ലാവരെയും അറിയിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ പേരുണ്ട്, അവരെയൊക്കെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷം ബെൽസൈദയിലത്തെ കൊളക്കടവിലത്തെ അതേ അനുഭവം പോലെ, അതായത് അവളുടെ സന്തോഷം അതിരറ്റതായിരുന്നു. എല്ലാവരും വിളിച്ച് പറയണം എന്നുള്ള അവളുടേതായ ഭാഷയല്ലേ, അവൾക്ക് സംസാരിക്കാനൊക്കെ പ്രയാസം, വാക്കുകളൊക്കെ ഞങ്ങൾക്കറിയാം അവളുടെ ഭാഷ, മറ്റുള്ളവർക്ക് അത്ര അറിയില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും വിളിച്ച് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെ ഒരു 6 വയസ്സ് 5.5-6 വയസ്സുണ്ടാവും മോനെ, അവനും നടന്നു തുടങ്ങി. അങ്ങനെ 2 പേരും ഒരു അത്ഭുതം പോലെ നടന്നു തുടങ്ങി. മോളുടെ സിറ്റുവേഷൻ കൂടുതൽ വഷളായപ്പോൾ ഞങ്ങൾ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുത്തത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണു. അവൾക്ക് ഉറക്കമില്ല, അങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മുടെ പല രീതിയിലും അത് പ്രയാസങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാക്കും. നമ്മളെ സംബന്ധിച്ച് അവളുടെ അമ്മ അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഒരു സഹനം എന്ന് പറയുന്നത് ഒരു ആനന്ദമായിട്ട് എടുത്തിരിക്കുകയാണ്. ആ സഹനത്തിലൊരു എന്താ പറയുക ആത്മനിർവൃതി അവർ ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പരിഭവമോ ഒരു സങ്കടമോ ഒരു വേവലാതികളോ ഒന്നും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. അത് എവിടുന്നോ കിട്ടിയൊരു കൃപയാണെന്നാണ്, എവിടുന്നല്ല സാക്ഷാൽ ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ 10-20 വർഷമായിട്ട് 10-20ഓളം വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ആശുപത്രിയിലേക്ക് മാത്രമാണ്. ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോവുക, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവുക, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ മാത്രമാണ്. വേറെ ഒരു പൊതുചടങ്ങുകളോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചടങ്ങുകൾ, വിവാഹം അല്ലെങ്കിൽ മറ്റ് ഏത് ആഘോഷങ്ങളിലും പെരുന്നാളോ അല്ലെങ്കിൽ ഒന്നിലും ഞങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാനോ ഒരുമിച്ച് പോവാനോ ഒന്നും സാധിക്കാറില്ല. മറ്റ് ഇത്തരം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും ഇത്തരം വൈഷമ്യങ്ങൾ നേരിടുമ്പോഴും അവിടെയും ദൈവം ഇടപെടുന്നുണ്ട്. ഞാൻ ഇത്തരം കുട്ടികളുടെ പാരൻസിൻ്റെ വലിയൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും പറയുമ്പോഴും അതിലെല്ലാം അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം എന്നും അവർക്ക് നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞങ്ങൾ ഈ ജീവിതത്തിന് ഇട്ടുകൊടുത്തുള്ള പേര് ഇറ്റ്സ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്.
അതായത് ഇതാണ് ഞങ്ങളുടെ ജീവിതം, ഈ ജീവിതം സുന്ദരമാണ്.